അപ്പം നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന വീടെന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ബസ് ഇറങ്ങിയാൽ ഒരു 50 മീറ്ററാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ബ്യൂട്ടിഫുള്ളായിട്ട് സെമി ആയിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ റെഡി ടു മൂവ് കണ്ടീഷനിലായിട്ടുള്ള ഒരു വീടാണിത്. നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 4.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാത്രം മാറി പുളിയറക്കുണത്തിന് സമീപം കാവിൻപുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 4.5 സെൻറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ കാണുന്ന ഈ പുൽത്തകിടി എന്ന് പറയുന്നതാണ് വീടിൻ്റെ വലതുവശത്ത് ഒരുക്കിയിട്ടുള്ള മനോഹരമായ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീൻ പാം ഒക്കെ നൽകി ഒരു വലിയ പാമൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ വീടിൻ്റെ എൻട്രൻസിൻ്റെ വലതു ഭാഗം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കാർ പാർക്കിംഗ്. ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെയാണ് ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിങ്ങിൻ്റെ വർക്കും ലൈറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വശത്തായിട്ട് മനോഹരമായ വിശാലമായ ഒരു കാറ് കൂടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ മതിലും നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗാർഡനും ഈ വീടിൻ്റെ മുൻപിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഡിസൈനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്, മോഡേൺ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ക്ലാഡിങ് ടൈല് ടെക്സ്ചറിൻ്റെ വർക്കും ഒക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ക്രമീകരിച്ച ഒരു എലിവേഷനാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. കാണുന്ന പോലെ തന്നെ പില്ലേഴ്സിനെല്ലാം തന്നെ മനോഹരമായ ക്ലാഡിങ് ടൈല് നൽകിയിട്ടുണ്ട്. ഈ വിശാലമായ മുറ്റത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. കാർ ഷെഡിന് സമീപത്തായിട്ടാണ് അത് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ വുഡൻ ഫിനിഷിൻ്റെ ക്ലാഡിംഗ് ആണ് സിറ്റ് ഔട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് എൻട്രൻസിനായിട്ട് 1.10 തേക്കിൽ തീർത്ത മനോഹരമായ ഡിസൈനൊക്കെ ചെയ്ത ഒരു ഡോറാണ് നൽകിയിരിക്കുന്നത്. പെയിൻറ്റുകളെല്ലാം തന്നെ ക്ലിയറൊക്കെ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും സ്പ്രേ പെയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ വർക്കുകളെല്ലാം തന്നെ വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ. കാണുന്ന പോലെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആര് കണ്ടാലും ഒന്ന് അന്തം വിടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുന്ന പോലെ തന്നെ ഫോൾ സീലിങ്ങിൻ്റെ വർക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് BLDCയുടെ ഒരു ഫാന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആൻറ്റിക് ക്ലോക്ക് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ജനലുകളെല്ലാം തന്നെ 2 രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്പേഷ്യസ് ആയിട്ട് ചെയ്ത ഒരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാം. യെല്ലോയും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടെ ഉൾപ്പെടുത്തിയ മനോഹരമായ വലിയ TV, എത്ര വലിയ TVയും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു TV യൂണിറ്റാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസായ, വളരെ എത്ര വലിയ സോഫയും നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ലിവിങ് ഏരിയയുടെ പ്രത്യേകത. ഈ ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ ക്രമീകരിച്ചൊരു ടേബിൾ ടോപ്പായിട്ടുള്ളൊരു വാഷ് ഏരിയയാണ്. റൗണ്ട് ഷേപ്പ് ഒരു ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിനാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആയിട്ടും കൂടെ അതിൻ്റെ അടിഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്.
ഈ ലിവിങ് ഏരിയയിൽ നിന്ന് മാറിയാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ വളരെ വിശാലമായ, നേരത്തെ പറഞ്ഞ പോലെ സ്പേഷ്യസ് ആയ രീതിയിലാണ് ഈ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. ഓപ്പൺ കിച്ചണാണ് നൽകിയിട്ടുള്ളത്. ഓപ്പൺ കിച്ചൻ്റെ സമീപത്തായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഒരു BLDCയുടെ ഫാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോൾ സീലിങ്ങിൻ്റെ വർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ സ്പേസ് നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായ ടെക്സ്ചർ വർക്ക് റോയലിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത വാൾസാണ് ഇതിനെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഫാൻസി ലൈറ്റുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഉള്ളതാണ് നൽകിയിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ നമുക്കൊരു 10-12 ചെയർ ഇടാൻ പറ്റുന്ന ഒരു ടേബിൾ നമുക്കിവിടെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു വർക്കാണ് ഈ കാണുന്നത്. ഒരു ആൻറ്റിക് ഫീലാണ് നമുക്ക് ഈ വർക്കിനെല്ലാം കൊടുത്തിരിക്കുന്നത്. കളർ പാറ്റേൺ എല്ലാം അങ്ങനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിൽ എടുത്തു പറയേണ്ട കിച്ചൺ. സ്റ്റോറേജ് സ്പേസാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. ഒരു ഗ്രേയും ക്രീമും കളറുമായിട്ടാണ് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചിമ്മിനിയൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ടോപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 2 ടൈപ്പ് വെള്ളവും ലഭിക്കുന്നതിന്, കിണറിലെയും വാട്ടർ കണക്ഷനിലെയും ലഭിക്കുന്നതിനായിട്ടുള്ള കണക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാം ജാഗ്വാറിൻ്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെറയുടെയും ജാഗ്വാറിൻ്റെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്യാസ് വയ്ക്കുന്നതിൻ്റെ പ്രൊവിഷൻ വെളിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് സ്റ്റോറേജിനായിട്ടുള്ള സൗകര്യങ്ങൾ കാണാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിലും സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും ആ ഗ്ലേസിങ് അതുപോലെ നിലനിൽക്കും. ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം വീണ് നമുക്ക് ഒരു സ്ലിപ്പറി ആവാതിരിക്കാനായിട്ടുള്ള സംവിധാനത്തിനായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നു. ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6x4 എന്നുള്ള ടൈലാണ്. ബ്രാൻഡഡ് തന്നെയാണ്. കജാരിയുടെയൊക്കെ ടൈലും ക്ലാഡിങ്ങും ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ റൂമിലേക്ക് നോക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണിത്. റൂമിനും നമുക്ക് ഒരു ലക്ഷറി ഫീലിങ്ങിലാണ് ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ ഫോൾ സീലിങ്ങിൻ്റെ വർക്ക്, അതിൽ നൽകിയിരിക്കുന്ന റോയലിൻ്റെ ടെക്സ്ചർ വർക്ക്, PVCയുടെ മനോഹരമായ ബോർഡ് ഒക്കെ നൽകി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിരിക്കുന്നത്. എത്ര വലിയ കിങ് സൈസ് കോട്ടും നമുക്ക് ഇടാനായിട്ട് സാധിക്കും. 6 ഡോറിൻ്റെ ഒരു മനോഹരമായ കബോർഡാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഇതിൽ തന്നെ ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇത് അറ്റാച്ചായി തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സെറയുടെ തന്നെയാണ് ഫിറ്റിങ്സ് എല്ലാം നൽകിയിരിക്കുന്നത്. മിക്സറും ഹീറ്ററിൻ്റെ പ്രൊവിഷനും എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു വാഷ് ബേസിനും ഒക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ റൂമാണ്. ഇൻറ്റീരിയർ വർക്കിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ആർക്കും വളരെ രീതിയിൽ ഇഷ്ടപ്പെടുന്ന സൗകര്യമൊക്കെ നൽകിയ ഒരു വീട് തന്നെയാണ് ഇത്. നമുക്ക് ഈ വീടിൻ്റെ സ്റ്റെയർ നോക്കാം. മനോഹരമായ ലപ്പോത്ര ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡും അയൺ സ്റ്റീലിൻ്റെ ട്യൂബും ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് ക്രമീകരിച്ചിട്ടുള്ളത്. V-ഗാർഡിൻ്റെയാണ് നമുക്ക് സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് വയറും ELCBയും MCB ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റെയർ കയറുന്നതിൻ്റെ സൈഡിൽ നമ്മൾ ഈ മനോഹരമായ റോസ് കളർ ഒരു ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രമീകരിച്ച ഒരു സ്റ്റെയർ കേസാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിലൊന്ന്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഒരു മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയയും 3 ബെഡ്റൂമുകളും ഒരു ഓപ്പൺ ബാൽക്കണിയുമാണ് വരുന്നത്. ഇൻറ്റീരിയറിൻ്റെ ഒക്കെ വർക്ക് ഒരു കോംപ്രമൈസും ഇല്ലാതെ താഴെയും മുകളിലുമുള്ള എല്ലാ ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ലിവിങ് ഏരിയ നോക്കാം. സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള പ്രൊവിഷനും ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഇതിൽ തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. താഴത്തെ അതേ പാറ്റേണിലുള്ള ഒരു
രീതി തന്നെയാണ് മുകളിലത്തെ റൂമിലും നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ വേറൊരു കളർ, ഒരു ഗ്രേ കളർ ടെക്സ്ചർ വർക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയറിലും ആ ഫോൾ സീലിങ്ങിലും ആ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം താഴെ ക്രമീകരിച്ചിരിക്കുന്നത് പോലെയുള്ള മറ്റൊരു ഡിസൈനിലുള്ള PVC ബോർഡാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ താഴത്തെ സെയിം പാറ്റേണിലുള്ള ഒരു കബോർഡ് തന്നെയാണ് ഇവിടെയും ക്രമീകരിച്ചിട്ടുള്ളത്. അറ്റാച്ചായി തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഉൾപ്പെടുത്തി തന്നെയാണ് ഈ കബോർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ റൂമിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ ക്രമീകരിച്ച ഒരു കബോർഡ് തന്നെയാണ്. ഒരു കോർണറിലായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയറും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇതും അറ്റാച്ചായി തന്നെ ക്രമീകരിച്ച ഒരു റൂം തന്നെയാണ്. കാണുന്ന പോലെ തന്നെ സെറയുടെ ഫിറ്റിങ്സൊക്കെ നൽകിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഈ റൂമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ റൂമിൻ്റെ ഇത് നോക്കാം. ഇതാണ് രണ്ടാമത്തെ റൂം. ഇത് ചെറിയ രീതിയിലുള്ള ഒരു 12-11 സൈസാണ് ഈ റൂമിന് വരുന്നത്. വർക്കുകളെല്ലാം മറ്റേ റൂമുകളിലുള്ള അതേ സെയിം വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഒരു 5 ഡോറിൻ്റെ ഒരു കബോർഡാണ് നൽകിയിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെയുള്ള ഇൻറ്റീരിയർ നമുക്കിവിടെ കാണാം. ഈ വർക്കുകളെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ തന്നെയാണ് ഈ റൂമിലും ക്രമീകരിച്ചിരിക്കുന്നത്. ഇതും അറ്റാച്ചായി തന്നെ ക്രമീകരിച്ച ഒരു റൂമാണ്. സെറയുടെ തന്നെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്, മിക്സർ വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയ ചെറിയ ആണെങ്കിൽ പോലും വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഇനി പ്രത്യേകത ഉള്ള ഒരു റൂമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൂമാണ് ഇനി ഉള്ള ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണിതും. നമുക്ക് ഒരു കബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 4 ഡോറിൻ്റെ ഒരു കബോർഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് റൂമുകളിൽ കണ്ട പോലെ തന്നെ വർക്കുകളെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കിത് എല്ലാ രീതിയിലുള്ള വർക്കുകളും വളരെ അട്രാക്റ്റീവാണ് ഇവിടെ ചെയ്ത് നൽകിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഒരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. തേക്കിൻ്റെ ഒരു ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡോറുകളും ജനലുകളും വാതിലുകളും എല്ലാം തന്നെ നമ്മൾ സ്പ്രേ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റാച്ചായി തന്നെ ഈ റൂമും ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഹീറ്ററിൻ്റെയും ഒക്കെ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് നമുക്ക് കിണറിൻ്റെയും വാട്ടർ കണക്ഷൻ്റെയും സൗകര്യം എല്ലാ ബാത്റൂമുകളിലും നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഓപ്പൺ ബാൽക്കണി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്ത ഒരു ഓപ്പൺ ബാൽക്കണിയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രം മാറി പുളിയറക്കോണത്തിന് സമീപം കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. മെയിൻ റോഡിൽ നിന്നും ബസ് ഇറങ്ങിയാൽ ജസ്റ്റ് 50 മീറ്റർ മാത്രം നമുക്ക് നടന്നാൽ ഈ വീട്ടിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. കിണറുണ്ട്, വാട്ടർ കണക്ഷനുണ്ട്, എല്ലാ രീതിയിലുള്ള സെമി ആയിട്ട് ഫർണിഷിങ് ചെയ്തിട്ടുണ്ട്. 2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ മാത്രമാണ് ഇതുവരെയുള്ള ദൂരം. നല്ല രീതിയിൽ ഇൻറ്റീരിയർ ക്രമീകരിച്ച ഈ വീട് 4.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു 85 ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസായിട്ട് വരുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവരോ ഇതുപോലത്തെ വീടുകൾ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരോ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റിനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.